എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചില മാധ്യമപ്രവർത്തകർ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവരുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ തിരഞ്ഞെടുപ്പിൻ്റെ രീതികൾ കണ്ടിട്ട് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടില്ലായ്മയും കണ്ടിട്ടുള്ള ഒരു സ്വപ്നമാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമോ? അപ്പോഴും അവർക്ക് ഉറപ്പൊന്നുമില്ല. BJP ക്യാമ്പിൽ നിരാശയാണ് അല്ലെങ്കിൽ വലിയ ആഹ്ലാദമില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 7 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ടമായിട്ട് നമ്മുടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എത്ര സമാധാനപൂർണ്ണമായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതേപോലെ ശാന്തമായി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ബൂത്തുപിടുത്തമില്ല, കത്തിക്കുത്തില്ല, വെടിവെപ്പില്ല, ബോംബേറില്ല, ഒന്നുമില്ലാതെ ശാന്തമായിട്ട് നടക്കുന്നു. അത് സത്യത്തിൽ ഭരണകൂടത്തിൻ്റെ വിജയമാണ്. പക്ഷേ അങ്ങനെ ശാന്തമായിട്ട് വലിയ വാർത്തയൊന്നുമില്ലാതെ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനെ പോലും അവർ വക്രീകരിച്ച് മറ്റു രീതിയിലാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അതിൻ്റെ പോളിംഗ് ശതമാനമൊക്കെ കണ്ടിട്ട് BJP ക്യാമ്പുകൾക്ക് നിരാശയാണ്, അവർക്ക് ഒരുപക്ഷെ ഭരണത്തിലേറാൻ പറ്റില്ല, ഇന്ത്യ മുന്നണി വരും എന്നാണ്. അപ്പോഴും അവർ പറയണ്ടേ, ഇന്ത്യ മുന്നണിക്ക് 273 സീറ്റ് നേടി ഭരണത്തിലെത്തണമെങ്കിൽ അതിൻ്റെ ഇരട്ടി സീറ്റിലെങ്കിലും മത്സരിക്കണ്ടേ? ഉണ്ടോ? കോൺഗ്രസ് അത്രയും സീറ്റ് മത്സരിക്കുന്നുണ്ടോ? CPM ഉണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടി അത്രയും സീറ്റിൽ മത്സരിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ കിട്ടാനാണ് ഇവർക്ക് ഇത്രയേറെ സീറ്റുകൾ? ഇവരെന്തുകൊണ്ടാണ് വലിയ സംസ്ഥാനങ്ങളുടെ സീറ്റിനെ പറ്റിയും അവിടെ ഈ ഇന്ത്യ മുന്നണിക്കുള്ള അവരുടെ സാധ്യതകളെ പറ്റിയും പറയാത്തത്? അവരെപ്പോഴും പറയുന്നത് എന്താണ് നമ്മളോട്? വടക്കേ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ BJP നേടിക്കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെയാണ് BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുക എന്ന് അപ്പോഴും അവർ വളരെ ബുദ്ധിപൂർവ്വം കൗശലത്തോടെ മറച്ചു വെക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണയും BJP വലിയ ഭൂരിപക്ഷത്തിൽ നേടി, ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ നേടും. കാരണം മറിച്ച് ചിന്തിക്കാൻ മാത്രം ഒന്നുമില്ല അവിടെ. യോഗി ആദിത്യനാഥാണ് അവിടെ ഭരിക്കുന്നത്. ക്രമസമാധാനമൊക്കെ കേരളത്തെക്കാൾ 10 മടങ്ങ് മെച്ചമാണ്. അതേപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ്. രാമക്ഷേത്രമുണ്ട്, 6ഓളം എക്സ്പ്രസ് വേകൾ, പുതിയ വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അനവധി മെട്രോകൾ. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി സീറ്റുകൾ പിടിക്കുമെന്ന് വിദൂര സ്വപ്നം കാണാൻ പോലും ഒരു സാധ്യതയില്ല. പിന്നെ അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, 48 സീറ്റ്. അവിടെ കഴിഞ്ഞ തവണ BJPക്ക് 25 സീറ്റ് കിട്ടിയിരുന്നു. പിന്നെയും 23 സീറ്റോളം അപ്പുറത്ത് കിടക്കുകയാണ്. ആ 25 എങ്ങനെ 35 ആക്കാം എന്നാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ശിവസേനയുടെ ഒരു ഭാഗം നിലവിൽ അവരുടെ കൂടെയാണ്. മാത്രമല്ല NCPയുടെ നേതാവായിട്ടുള്ള ശരത് പവാർക്ക് ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ നേരിടാനുള്ള ആരോഗ്യസ്ഥിതിയിലുമല്ല. കോൺഗ്രസ് ശക്തമല്ല, മുമ്പത്തേക്കാൾ ദുർബലമാണ്. ഇനി അവിടെ വിട്ട് ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ മമതയാണ്. മമത ഇന്ത്യ മുന്നണിക്ക് കൈ പോലും കൊടുത്തിട്ടില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തനിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 18 സീറ്റ് BJP നേടിയിരുന്നു. മൊത്തം അവിടെ സീറ്റ് 42 അപ്പോഴും 24 സീറ്റും കൂടെ കിടക്കുന്നു. BJPക്ക് നേട്ടമാവാനേ ഉള്ളൂ. ഇത്തവണ പ്രശാന്ത് കിഷോർ അടക്കമുള്ള പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ BJP ഏറ്റവും നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം ബംഗാളാണെന്നാണ്. അത് കേരളവും തമിഴ്നാടും ആണെന്ന് പോലുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ബംഗാളായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും സീറ്റുകൾ കൂടുതൽ കിട്ടാൻ കിടക്കുന്നു. ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ നമ്മളോട് പറയില്ല. അവർ നമ്മളെ വിശ്വസിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ത്രിപുര നോക്കൂ, ത്രിപുരയെ മുഴുവൻ സീറ്റ് BJP പിടിച്ചു, ഗോവയെ പിടിച്ചു, മണിപ്പൂർ പിടിച്ചു, മേഘാലയ പിടിച്ചു, ഗുജറാത്തിൽ പിടിച്ചു. അപ്പോൾ ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ 25 സീറ്റാണ്, ഗോവ വെറും 2 സീറ്റാണ്, ത്രിപുര വെറും 2 സീറ്റാണ്, മണിപ്പൂർ വെറും 2 സീറ്റാണ്. അപ്പോൾ ഇത്രയും ഇവിടെയൊക്കെ മുഴുവൻ പിടിച്ചല്ലോ, ഇനി എവിടെ നിന്നാണ് കിട്ടാനുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത വിചാരിക്കും, ശരിയാണല്ലോ BJP അവിടെ മുഴുവൻ പിടിച്ചു കഴിഞ്ഞാൽ ഇനി എവിടെ നിന്നാണ് ഈ കൂടുതൽ കിട്ടാൻ പോകുന്നത്? അപ്പോഴും അവർ വളരെ ബോധപൂർവ്വം മറച്ചു വെക്കും. മഹാരാഷ്ട്രയുടെ കാര്യം വേണ്ടില്ല, ബംഗാളിൻ്റെ കാര്യം വേണ്ടില്ല, അതുപോലെ തമിഴ്നാടിൻ്റെ കാര്യം വേണ്ടില്ല, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന വേണ്ടില്ല, ബിജു ജനതാദളൊക്കെ ഭരിക്കുന്ന ഒറീസയുടെ കാര്യം വേണ്ടില്ല, ബീഹാറിൻ്റെ കാര്യം വേണ്ടില്ല. അവിടെയൊക്കെ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സ്ഥലങ്ങളാണ്, അതിനെപ്പറ്റി മിണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ശരാശരി സംഖ്യ വിചാരിക്കും, ഇവിടെ എല്ലാം നമ്മൾ മുഴുവൻ പിടിച്ചാണല്ലോ, ഗോവ, ത്രിപുര, മണിപ്പൂർ ഇവിടെ എല്ലാം പിടിച്ചാണ്, ഇനി എവിടെയായിരിക്കും ഈ കൂടുതൽ സീറ്റ് കിട്ടി 370 കിട്ടുക അല്ലെങ്കിൽ 400 കിട്ടുക എന്ന് ചിന്തിക്കും. ഓർക്കണം, 48 സീറ്റുള്ള മഹാരാഷ്ട്ര അവിടെയുണ്ട്, 42 സീറ്റുള്ള ബംഗാൾ അവിടെയുണ്ട്, അതേപോലെ തന്നെ 38 സീറ്റുള്ള തമിഴ്നാടുണ്ട്. കഴിഞ്ഞ തവണ ഒറ്റ MP പോലും കിട്ടിയില്ല. ഇത്തവണ 5 വരെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. 20 സീറ്റുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ 2 കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും കൂടുതൽ സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് BJP. അപ്പോഴാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ വ്രത ഇങ്ങനെ പറഞ്ഞ് അവരുടെ ഉള്ളിലുള്ള ഇച്ഛാഭംഗം തീർക്കാൻ ശ്രമിക്കുന്നത്. BJPക്ക് 370 കിട്ടില്ല, 400 കിട്ടില്ല, എന്തൊരു കൂടുതൽ പറയാൻ. ചിലപ്പോൾ BJPയുടെ ഭരണം തന്നെ പോയേക്കും, ND മുന്നണി ഭരിക്കുമെന്ന്. എവിടെ നിന്നിട്ട് കിട്ടാനാണ് ND മുന്നണിക്ക് ഇത്രയും സീറ്റ്? UP അമേഠിയിൽ നിൽക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് പേടിയാണ്. പിന്നെ ആകെയുള്ള ഒരേ ഒരു സീറ്റ് സിറ്റിംഗ് സീറ്റായിട്ടുള്ള റായ്ബറേലിയിൽ പോയി നിൽക്കുകയാണ്. അവിടെ ജയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി എങ്ങനെ ഭരണത്തിലേറാനാണ്? ഒരു ഉദാഹരണമുണ്ട്. അതായത് ഉസൈൻ ബോൾട്ടിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകപ്രശസ്തനായിട്ടുള്ള സ്പ്രിൻ്ററാണ്. പുള്ളി 10 സെക്കൻഡ് താഴെയാണ് പുള്ളിയുടെ റെക്കോർഡ് ഇതുവരെ ആരും മറികടന്നിട്ടില്ല. പുള്ളി ഓടി റെക്കോർഡ് എടുത്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ഓടാനുണ്ടായിരുന്നത് അദ്ദേഹത്തിനെ പോലെ തന്നെ മികവുള്ള ഓട്ടക്കാരായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ റെക്കോർഡ് ഇടാൻ പറ്റിയത്. ഇനി മറിച്ച് മറ്റൊന്ന് ചിന്തിച്ച് ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം 10 സെക്കൻഡ് താഴെ ഓടാൻ കഴിവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിക്കാനുള്ളത് 20 സെക്കൻഡ് കൊണ്ടാണ് 100 മീറ്റർ ഫിനിഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉസൈൻ ബോൾട്ടിന് ഒരിക്കലും ആ റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ മത്സരിക്കാനുള്ള ഒരു മത്സരം കൊടുക്കാനുള്ള ആൾ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്പീഡും കുറയും. അത് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്ന് വെച്ചുകൊണ്ട് റിസൾട്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ശാന്തമായിട്ട് സമാധാനപരമായിട്ട് നടക്കുകയാണ്. ഈ പത്രക്കാർ പറയുന്ന പോലെ അവർക്ക് ഉള്ള സംഗതി, ചൂടോടെ ഉള്ള
സംഗതിയൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും വരുന്നില്ല. ബൂത്ത് പിടുത്തോ കത്തിക്കുത്തോ ബോംബേറോ വെടിവെപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് വാർത്തയ്ക്ക് കുറച്ച് ക്ഷാമമുണ്ട്. അതിൻ്റെ അർത്ഥം BJP ക്യാമ്പുകൾ നിരാശരാണെന്നല്ല. അവർക്ക് RSSനെ പറ്റിയും BJPനെ പറ്റിയും അറിയാത്തതുകൊണ്ടാണ്. അവരുടെ കേഡർ വോട്ടുകളും അവരുടെ അനുഭാവി വോട്ടുകളൊക്കെ അവർ കൃത്യമായിട്ട് തന്നെ ബൂത്തിലെത്തി പോൾ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കൂട്ടർ നിരാശയിലാണ്. അവർക്കറിയാം അവർ വോട്ട് ചെയ്താലും ഇന്ത്യ മുന്നണി വരാൻ പോകുന്നില്ല, BJPയും മോദി തന്നെയായിരിക്കും ഭരിക്കുന്നത്. ആ നിരാശയും എന്താ പറയുക ഹതാശയൊക്കെ കൊണ്ടിട്ട് ചിലർ അവരുടെ കൂട്ടത്തിൽ ചിലർ വോട്ട് ചെയ്യാൻ പോകാറില്ല. അതിൻ്റേതായിട്ടുള്ള നേരിയ വോട്ട് ശതമാനത്തിൻ്റെ കുറവ് കേരളമടക്കം നമ്മൾ കണ്ടതാണ്. അത്രയേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഇതിൻ്റെ ഫലത്തിലോ ഇനി അടുത്ത ഭരണം ആരാണ് എന്ന കാര്യത്തിലോ ഒരാൾക്കും സംശയപ്പെടേണ്ട ഒരു കാര്യവുമില്ല.